ദീർഘകാലമായി ലിവിംഗ് ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്ന് അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. പങ്കാളിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്താൻ കഴിയില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഇത്തരം കേസുകളിൽ വിവാഹ വാഗ്ദാനം നൽകി മാത്രമേ ശാരീരിക ബന്ധങ്ങൾ നടന്നിട്ടുള്ളൂ എന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ലിവിംഗ് ഇൻ പാർട്ണർ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനെതിരെ സമർപ്പിച്ച ഹർജിയിന്മേൽ ക്രിമിനൽ നടപടികൾ റദ്ദാക്കുന്നതിനിടെയാണ് കോടതിയുടെ ഈ നിർണായക നിരീക്ഷണങ്ങൾ. വിവാഹ വാഗ്ദാനം നൽകി പ്രതിയുമായി 16 വർഷമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് ആരോപിച്ച് ഒരു വനിതാ അധ്യാപക നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത്. 2 വ്യക്തികളും നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്നും സമ്മതത്തോടെയുള്ള ബന്ധം നിലനിർത്തിയിരുന്നതായും വ്യത്യസ്ത പട്ടണങ്ങൾ താമസിക്കുമ്പോഴും പരസ്പരം വീടുകൾ പതിവായി സന്ദർശിക്കാറുണ്ടെന്നും കോടതി കണ്ടെത്തിയിരുന്നു. കേസ് പരാജയപ്പെട്ട പ്രണയബന്ധത്തെയും അല്ലെങ്കിൽ പിന്നീട് കയർപ്പേറിയ ഒരു ലിവിംഗ് ബന്ധത്തെയും പ്രതിഫലിക്കുന്നതാണെന്നായിരുന്നു കേസ് പരിഗണിച്ച കോടതി നിഗമനം ചെയ്തത്. 16 വർഷത്തെ നീണ്ട അടുപ്പമുള്ള ബന്ധമായതിനാൽ തന്നെ ബലപ്രയോഗം എന്ന ഘടന നിലനിൽക്കില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. വിവാഹ വാഗ്ദാനത്തിന്റെ മറവിൽ 16 വർഷത്തോളം അപ്പീൽക്കാരന്റെ ആവശ്യങ്ങൾക്ക് പരാതിക്കാരി വാങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും വിശ്വസിക്കാൻ പ്രയാസമാണ്. കക്ഷികൾക്കിടയിൽ ലൈംഗിക ബന്ധം തടസ്സമില്ലാതെ തുടർന്ന 16 വർഷത്തെ നീണ്ട കാലയളവിൽ ബന്ധത്തിലൊരിക്കലും ബലപ്രയോഗമോ വഞ്ചനയോ ഉണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിലെത്താൻ സാഹചര്യങ്ങൾ പര്യാപ്തമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു.